guys, welcome to my channel. Eva, Sima's Vlog. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് പറയുന്നതിന് മുമ്പ് to my channel first time, please click the subscribe button. Or you see my channels months and weeks ago, but you didn't click the subscribe button. Please click now, and everybody please click the subscribe button. You click, that's a big thing to me, okay? അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ കാണുന്നുണ്ട് ബട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നവരോട് എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എനിക്ക് അതൊരു വലിയ കാര്യമായിരിക്കും ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ഇന്നത്തെ കോണ്ടന്റ് എന്താണ്. കോണ്ടന്റ് വെച്ച് കഴിഞ്ഞാൽ എക്സാമിൻ്റെ പ്രിപ്പറേഷൻസിനെ പറ്റിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും എൻ്റെ എക്സാമിൻ്റെ പ്രിപ്പറേഷനിലോട്ട് പോകാം. കാരണം എനിക്ക് ഒരു വിഷയം കഴിഞ്ഞു, ഇനി എനിക്ക് കുറച്ച് വിഷയങ്ങൾ കൂടെ ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ വേണം. എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം ഇഷ്ടമാണ്. അപ്പോൾ തന്നെ എനിക്ക് ഈ ടേം എക്സാമിൻ്റെ കാര്യം ഇഷ്ടം ടേം എക്സാമാണ്. ഫസ്റ്റ് ടൈം ഇതിൻ്റെ ഫസ്റ്റ് ടൈം എക്സാമല്ല, അതിൻ്റെ ഫസ്റ്റ് ടൈം എക്സാം ഫസ്റ്റ് മിഡ് ടൈം എക്സാം എനിക്ക് ഇഷ്ടമല്ലോ. ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഓണപ്പരീക്ഷ 18-ാം തീയതി എനിക്ക് തുടങ്ങിയപ്പോൾ അതിൻ്റെ 18-ാം തീയതി ഞാൻ കുറേ പ്ലാൻ ചെയ്തു കുറേ പ്ലാനൊക്കെ ചെയ്തിട്ടിരുന്നതാണ്. ബട്ട് അവസാനമായപ്പോൾ എല്ലാം തവിട്ട് പൊടിയുടെ കൈ കിട്ടിയിട്ടുണ്ട്. ബട്ട് എന്തെങ്കിലും ആവട്ടെ, ഇന്ന് നമ്മൾ ആ വീഡിയോ ഇടുവാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ എനിക്ക് ഇത് പറയണമെന്ന് ആഗ്രഹമില്ല, എന്നാൽ ഞാൻ ഒന്നും കൂടെ പറയുവാണ്. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ദാറ്റ് എ ബിഗ് തിങ് ഫോർ മീ, ഓക്കെ? കാരണം എനിക്കിപ്പോൾ ഇങ്ങനെ 100 സബ്സ്ക്രൈബർ കയ്യിൽ ചെറിയ ഒരു ചാനലാണ് നമ്മുടെ. കുറച്ച് ചെറിയ ചെറിയ കോണ്ടന്റ് വെച്ചിട്ട് നിൽക്കുന്ന ഒരു ചാനലാണ് നമ്മുടെ. അപ്പോൾ അത് നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്കത് ചെയ്താൽ പോയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല വീഡിയോ പോകാം. അല്ല, നിങ്ങൾ വീഡിയോ പോകാൻ ചെറുക്കന്മാരെ. ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനൊക്കെ അങ്ങനെയാണെന്ന് പറഞ്ഞത്, ബാക്കി മൊത്തം വോയിസ് ഓവറാണ്. അപ്പോൾ ഇത് ഞാൻ അറിയാതെ വീഡിയോ എടുത്തപ്പോൾ അറിയാതെ ഇങ്ങനത്തെ ഒരു സൈസ് വീഡിയോ ആയി പോയതാണ്. അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. അപ്പോൾ ഇത് എൻ്റെ ബാഗാണ്. ഈ ബാഗ് 3 കളികളിലാണ് ഞാനിപ്പോൾ കാണിച്ചത്. അപ്പോൾ ഇങ്ങനത്തെ ബാഗ് ഞാൻ അന്ന് ബാക്ക് ടു സ്കൂൾ തിങ്സിൻ്റെ വീഡിയോസ് ഇട്ടപ്പോൾ അതിൽ ഞാൻ കാണിച്ചില്ലായിരുന്നു എൻ്റെ ബാഗ്. അപ്പോൾ ഞാൻ ബാഗ് മേടിച്ചില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്നിപ്പം മേടിച്ചു. അപ്പോൾ ഇന്ന് മേടിച്ചു എന്നല്ല, ഇന്നിപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ കാണിച്ചെൻ്റെ ഈസ്തറ്റിക് ബാഗിൻ്റെ എല്ലാ വർഷവും ഞാൻ കിറ്റക്സിൻ്റെ ഈ കാർട്ടൂൺ ബാഗ്സാണ് മേടിക്കുന്നത്. ഈ വർഷം ഞാൻ കുറച്ച് മോഡലാവാം, കുറച്ച് അഡൽട്ടൊക്കെ ആവാറായില്ലേ. എന്തായാലും 5-ഒക്കെ ആയില്ലെങ്കിൽ കുഞ്ഞു പിള്ളേരുടെ ബാഗ് മേടിച്ചിട്ട് സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ നാണമില്ല, എന്തൊരു ഫീലിംഗ് തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തു എന്തിനാണ് ചുമ്മാ വെറുതെ. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ബാഗ്സ് നിർത്തി. ഇപ്പോൾ മൊത്തം ഇങ്ങനത്തെ ബാഗ്സൊക്കെ. അപ്പം എൻ്റെ കള്ളി ഫസ്റ്റ് ഇതിലാണ് ഈ കള്ളിയിൽ നമ്മൾ നിറയ്ക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഈ ബാഗിൽ എല്ലാം നിറച്ച് ഫില്ല് ചെയ്ത് വെക്കാം. ഇനി നിങ്ങൾക്ക് ഞാൻ എന്തൊക്കെയാണ് ഈ എൻ്റെ ഒരു എക്സാം ബാഗിൽ ഫില്ല് ചെയ്യണമെന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ ഇന്ന് ഞാൻ എപ്പോഴും വോയിസ് കൊടുക്കുക രാത്രിയാണ് വോയിസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നും ഞാൻ രാത്രിയാണ് വോയിസ് കൊടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് പ്രോബ്ലംസ് കാര്യങ്ങൾ ആരും പറ്റാറുണ്ട്. ഇതാണ് എൻ്റെ ബ്ലാക്ക് പിങ്കിൻ്റെ ഭയങ്കര ഭംഗിയുള്ള ഒരു റൈറ്റിംഗ് പാഡാണ് ഇത്. അപ്പോൾ കേട്ടോ, നമുക്ക് റൈറ്റിംഗ് പാഡാണല്ലോ. ഓക്കെ, ഇതാണ് എൻ്റെ ഭയങ്കര ഭംഗിയുള്ള റൈറ്റിംഗ് പാഡ്. പിന്നെ അടുത്തത് എൻ്റെ ഫയലാണ്. ഈ ഫയലിൽ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാം കഴിയുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിലിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ ഇതിൽ വയ്ക്കും. ഇപ്പോൾ മിഡ് ടൈമും ഉണ്ട്. പിന്നെ അല്ലാതെ ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ഒരു പേപ്പർ മാത്രമേ ഒരു പേപ്പർ മലയാളം അതിരിപ്പുണ്ട്. ഇനി അടുത്തത് നമ്മുടെ അന്നത്തെ വിഷയം ഏതാണ്, ആ ദിവസത്തെ വിഷയം ഏതാണ്, ആ വിഷയത്തിൻ്റെ ടെസ്റ്റും നോട്ടും. എനിക്ക് നാളെ ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ടെസ്റ്റും നോട്ടും എടുത്തിട്ട് പിന്നെ വെക്കാം. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. കാരണം എൻ്റെ സ്കൂളിൽ വെച്ച് കഴിഞ്ഞാൽ ടൈനി പിടിച്ചിട്ട് ബുക്ക് കൊണ്ടുവരേണ്ട എക്സാം ആയതുകൊണ്ട് അന്നത്തെയും അടുത്ത ദിവസത്തെയും കൊണ്ടുവന്നാൽ മതി. അത് വെക്കാം. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസത്തെ ആ എക്സാം കഴിഞ്ഞ ദിവസത്തിൻ്റെ ടെസ്റ്റും നോട്ടും കൊണ്ടുവയ്ക്കാം. അതാണ് അടുത്തത്. ഓക്കെ, അതും എല്ലാ സ്കൂളും അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് അറിഞ്ഞൂടെ, നമുക്ക് പഠിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ മൾട്ടി മീഡിയയിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു
എന്നാലും ഞാൻ കുട കൊണ്ടുപോവുകയും ചെയ്യും, അത് ഉപയോഗിക്കുകയും ചെയ്യും. അത് ഉറപ്പുള്ള കേസാണ്. ഇതാണ് എൻ്റെ കുട കേട്ടോ. നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. കാരണം നമുക്കറിയാം, എൻ്റെ ബാപ്റ്റിസ്റ്റ് ഫുൾ തിങ്സ് വീഡിയോസ് കണ്ടവർക്കറിയായിരിക്കും. അതാണ് എൻ്റെ കുട. അങ്ങനെ ഏകദേശം കാര്യമൊക്കെ സെറ്റായി. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എമർജൻസി പൗച്ചാണ്. എമർജൻസി പൗച്ചെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു വട്ടപ്പായിട്ടാണ്. ഫസ്റ്റ് എമർജൻസി പൗച്ചിൽ ഒരു പേന പെൻസിലും കൂടെ പേപ്പർ സോപ്പാണ്. അടുത്ത ഒരു കുഞ്ഞ് ഒരു കളർ ഇതാണ്, ഒരു 10 രൂപേൻ്റെ ഒരു 10 ഷെയ്ഡ്സ് വരെ ഒരു കളർ. അടുത്തത് ഒരു ഫെവി ഗമ്മാണ്. ഗമ്മ് ചുമ്മാ ഞാൻ എന്തെങ്കിലും വർക്കിൻ്റെ വല്ലതും ഒന്നാലോട് എടുക്കാൻ വേണ്ടി വെച്ചതാണ്. അടുത്തത് ഒരു കുഞ്ഞ് മിനി നോട്ട്ബുക്കാണ്. അടുത്തത് പിന്നെ ഒരു കണ്ണാടി. ഇത് മിക്ക സ്കൂൾ കുട്ടികളുടെയും ബാക്ക്ഗ്രൗണ്ടാണ്. അതിലൊരു രൂപ കിടപ്പുണ്ട്, ഞങ്ങൾക്ക് പഴയതാണ് നിങ്ങളോട്. അപ്പോട്ടെ നമുക്ക് നമ്മളെടുത്ത ഐറ്റംസൊക്കെ അതേപോലെ നല്ല ഭംഗിക്ക് വൃത്തിയായി എടുത്ത് വെക്കാം. ഓക്കെ, വൃത്തിയായി എടുത്ത് വെക്കാം. ഓർത്തിന് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടികളാട്ടോ. നിങ്ങൾക്കും ഇതൊക്കെ ഇഷ്ടമാണ് വിചാരിക്കുന്നു. അത് നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമെന്ന് പറയാം. നിങ്ങൾക്ക് ആക്ട് ചെയ്യാനോ ക്രാഫ്റ്റാണോ പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് അങ്ങനത്തെ എന്തെങ്കിലും വീഡിയോസ് ആണോ എന്ന് താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്കിത് അതും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഉണ്ടാവുക അടുത്തത് എൻ്റെ പെൻസിൽ ബോക്സാണ്. ഞാൻ അവിടെ തപ്പണ എൻ്റെ പെൻസിൽ ബോക്സ് ആയിരുന്നു. ഈ പെൻസിൽ ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചു തരാം. ഇതിലൊരു സ്കെയിലുണ്ട്, പിന്നെ ഒരു പെൻസിലുണ്ട്. പെന്നില്ല, പെൻസിൽ. ഇവിടെ പേന പെൻസിലൊക്കെയാണ്. പിന്നെ ഒരു പേനയുണ്ട്. പിന്നെ 3 പേനുണ്ട് കേട്ടോ. 1 ചെല്ലും 2 ബ്ലാക്ക് പിങ്ക് വരുന്ന പേന. പിന്നെ അടുത്ത കളിയിലെന്ന് വെച്ചാൽ കുറച്ച് എമർജൻസി ആയിട്ടുണ്ട്. ഫസ്റ്റ് ഒരു റബ്ബറുണ്ട്. പിന്നെ എൻ്റെ ഇൻഹേലർ, എനിക്ക് ജലദോഷം ടൈം ആയതുകൊണ്ട് ഇൻഹേലർ ആവശ്യപ്പെടും. പിന്നെ അടുത്തത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അടുത്തത് നമുക്ക് കുറച്ച് ഹെയർ എക്സസൈസ് അരയ്ക്കുന്ന ഒരു ആവശ്യം വന്നാലും അടുത്തത് നമ്മൾ കുറച്ചൊന്ന് കളിച്ചാൽ പെൻസിലില്ല, അതിൻ്റെ നീഡിലാണ് അതിൻ്റെ ഉള്ളിലിരുന്നത്. അടുത്തത് പിന്നെ ഒരു കട്ടറാണ്. ആ കട്ടറിൻ്റെ കവർ കട്ടർ അറിയാൻ വന്നു. പിന്നെ 2 പെൻസിലും ഒരു മായ്ക്കാൻ പറ്റുന്ന റബ്ബറും. അതെ, ഇതാണ് കട്ടറിൻ്റെ കവർ. വേറൊരു കട്ടർ അതിൻ്റെ ഉള്ളിൻ്റെ കൈസ്. ലിഞ്ചാവുകം. അങ്ങനെ അതും ബാഗിൽ വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ബാഗ് വാസ് റെഡി ഗൈസ്. ഓക്കെ, അപ്പം റെഡി ഗൈസ്. അപ്പം ഇനി ബാഗ് നിങ്ങൾ കണ്ടിട്ട് വാട്ടോ. അപ്പം ഗൈസ്, അപ്പോൾ അതാണ് എൻ്റെ ബാഗ് വീഡിയോ. അപ്പോൾ ബാക്ക് ടു സ്കൂൾ അല്ല, എക്സാം പ്രിപ്പറേഷൻ. പക്ഷേ നമുക്ക് വെക്കാനുള്ള കുറച്ച് പിന്നെ വെച്ചു. അപ്പോൾ തന്നെ എക്സാം ആയതുകൊണ്ട് തന്നെ അങ്ങനെ ടൈം ടേബിൾ അനുസരിച്ച് ബുക്സ് ഒന്നും കൊണ്ടുപോകുന്നില്ല. പിന്നെ എന്തായിരുന്നു, നമുക്കിങ്ങനെ ആ ദിവസത്തെ എക്സാമിൻ്റെ വിഷയവും അടുത്ത ദിവസത്തെ എക്സാമിൻ്റെ വിഷയവും കൊണ്ടുപോയാൽ മതി. എക്സാമിന് പഠനത്തിൻ്റെ കാര്യത്തിൽ പ്രിപ്പയർഡാണ്, അല്ലാതെ എക്സാമിൻ്റെ കാര്യത്തിൽ പ്രിപ്പയർഡാണ്, എല്ലാത്തിനും പ്രിപ്പയർഡാണ്. പിന്നെ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് വേണം അടുത്ത എക്സാം വന്നു. ഇതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനുള്ള പോലെ നമ്മുടെ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. നമുക്ക് ലോങ് വീഡിയോ ഒന്നും പറയാൻ പറ്റുന്ന വീഡിയോ അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ അത്രയും ഇങ്ങനെ അധികം മിനിറ്റ്സ് ഒന്നും എടുത്തില്ലായിരുന്നു. 5 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമ്മൾ സാധനം കാണിച്ചു കൊടുത്തു. അല്ലാതെ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞത് ഒരു 1 മിനിറ്റ് or 2 മിനിറ്റ്സ് അത്രേ എടുത്തുള്ളൂ. പിന്നെ ഇപ്പോൾ പറയുന്നത് ഒരു 1 മിനിറ്റ് or 2 മിനിറ്റ്സ് അത്രേ ഉള്ളൂ. അങ്ങനെ അല്ലാതെ അധികം ടൈംസ് എടുത്തിട്ടല്ല നമ്മൾ ഒന്നും പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് എൻട്രി എങ്ങനെ ഉണ്ടായിരുന്നു പറയണം. പിന്നെ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അത്രേ എനിക്ക് പറയാനുള്ളൂ ഗൈസ്. അങ്ങനെ പ്രത്യേകിച്ച് നിങ്ങൾ പറയാനില്ല. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ അടിക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു നല്ല ഒരു അടിപൊളി കിടുക്കാച്ച വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും ബൈ.